ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ കാവടിയുടെ കൊടിയേറ്റായിരുന്നു കേട്ടോ. കൊടിയേറ്റം കഴിഞ്ഞ് 5-ാം നാളാണ് കാവടി വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ജനുവരി 5-ാം തീയതി കാവടിയാണ് നമുക്ക്. അപ്പോൾ ഇത് ഓരോ സെറ്റുകാരും കൊടിയുയർത്തും. നമ്മുടെ യുവജന സമാജത്തിൻ്റെ കൊടിയേറ്റായിരുന്നു ഇത്. മെയിനായിട്ട് അമ്പലത്തിൽ കൊടിയേറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുങ്ങി പിടിച്ച് റെഡിയായി എത്തുമ്പോഴേക്കൊക്കെ കൊടിയേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പൂജകളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മഹീനയും പിന്നെ വേറൊരു ഉണ്ണീനെയും വെച്ചിട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഏതെങ്കിലും വയസ്സായ ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം കുട്ടികളെ വെച്ചിട്ടാണ് കേട്ടോ പുസ്തക പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കൊടി ഉയർത്തുന്നതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവടിയെ സംബന്ധിച്ച് ഭയങ്കര വാല്യൂ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. എത്രയോ ദിവസം നോമ്പൊക്കെ എടുത്തിട്ടാണ് ഇവർ ഈ കൊടി ഉയർത്തുന്നത്. സത്യത്തിൽ ഈ നാട്ടുകാർക്ക് കാവടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വികാരമാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അത് ശരിക്കും കാവടിയുടെ വീഡിയോസും ഇനി വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എത്രമാത്രം ഈ കാവടി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നടന്നിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിൽ നക്ഷത്ര ടീമിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും ചിന്തുപാട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു പറയാം. അപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു. അതൊക്കെ രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഇത് ഏതാ ടീമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതൊക്കെ കണ്ടു നിന്നു. ശരിക്കും പറഞ്ഞ് കിതച്ചു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു എന്താ പറയുക, ഇതിൽ മുന്നിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ പൊന്നാടയൊക്കെ അണിയിച്ച് അവർക്ക് സ്നേഹാദരങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടി. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ പരിപാടികളുണ്ടായിരുന്നു. അപ്പോഴേക്കും മഹിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. ഇതെന്തായാലും പിള്ളേർക്കൊന്നും വീഡിയോ എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. പിന്നെ ആകെ കൂടെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പോസ്റ്റ് ചെയ്ത് നിന്നിരുന്നത് ഞാനും എൻ്റെ മഹിയും മാത്രമാണ്. ബാക്കി എല്ലാവരും വീഡിയോ കാണുമ്പോഴേക്കും ഓടി ഓടി പോകുമായിരുന്നു. ഇവരാണ് എൻ്റെ ടീമുകാർ കേട്ടോ. അപ്പോൾ അവരൊക്കെ നൈസായിട്ട് പോയി. അപ്പോൾ മഹി മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നിന്ന് തരുന്നത്. അവൻ എന്തോരം വേണമെങ്കിലും പോസ്റ്റ് ചെയ്ത് നിന്ന് തരും. ഞാനാണെങ്കിൽ അത് അത്യാവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് അപ്പോഴേക്കും പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 8 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത് പറഞ്ഞത്. ഇതിന് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയൊക്കെ ഇവിടെ നിന്ന് 6 മണിയായപ്പോൾ പോയിട്ട് സീറ്റ് പിടിച്ചിരിക്കുന്നതാണ്. നല്ലോണം ലേറ്റായിട്ടാണ് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പരിപാടി അവസാനിച്ചതും നന്നായി ലേറ്റായിട്ടാണ്. പിന്നെ ഇവരുടെ ഡാൻസിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത്രയും ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവരുടെ ഇത്. അത് കാരണം കൊണ്ട് തന്നെ ഇവരുടെ ടീമിൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട്. മുന്നേ ഞാൻ ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. അതിനും ശരിക്കും നിന്ന് കാണാനായിട്ട് പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രയും ആൾക്കാരായിരുന്നു. നമ്മളിത് ഫുള്ളും കംപ്ലീറ്റ് ആക്കാനൊന്നും നിന്നില്ല. അപ്പോഴേക്കും മഹി ഇവിടെ പിന്നിൽ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ നമ്മൾ കസേരയിലൊക്കെ കയറി നിന്നിട്ടാണ്